ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ഒന്നാമത് നവജീവൻ പരപ്പനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സമാപനമായി. നോവലിസ്റ്റ് എസ് ഹരീഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അയാളുടെ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുത്തിലെ സ്ഥലം. ഇപ്പോൾ തകഴിയെ സംബന്ധിച്ച് കുട്ടനാട്, അരുന്ധതി റോയിയെ സംബന്ധിച്ച് അയ്മനം. അങ്ങനെ ഒരു നോവലിൽ ഓരോ സ്ഥലവും പ്രാധാന്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചന്തുമേനോന്റെ നോവലിലെ സ്ഥലം പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടിയാണെന്ന് അതിനകത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചു വായിച്ചു നോക്കിയാൽ തിരൂരുമായിട്ടുള്ള അകലം, കോഴിക്കോടുമായിട്ടുള്ള അകലം ഒക്കെ ചന്തുമേനോൻ പറയുന്നത് കണ്ടാൽ ഇന്ദുലേഖയുടെ സ്ഥലം പരപ്പനങ്ങാടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് മാധവൻ 4-5 നാഴിക അകലെയുള്ള സ്വന്തം വീട്ടിലേക്ക് നടന്നുപോയത്. അവിടെയാണ് ഇന്ദുലേഖ മാധവനെ കാത്തിരുന്ന സ്ഥലം. 4-5 നാഴിക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 4-5 കിലോമീറ്റർ എന്നായിരിക്കും അർത്ഥമെന്ന് വിചാരിക്കുന്നു. വായനശാല അധ്യക്ഷൻ വിനോദ് തള്ളശ്ശേരി സ്വാഗതം പറഞ്ഞു. പരപ്പനങ്ങാടി നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയായി. വായനശാല സെക്രട്ടറി KP മനീഷ് നന്ദിയും പറഞ്ഞു. സിനിമാ നാടക നടൻ കുമാർ സുനിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ഡോക്ടർ ആർദ്ര, വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച റിട്ടയർഡ് കമാൻഡന്റ് ശശീന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ കേലച്ചങ്കണ്ടി, ജംഷീർ മാപ്പൂട്ടിൽ, കേരള ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ശിവദാസൻ എന്നിവർ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.